അപ്പോൾ ആർക്കും ഒരു കൈൻഡ്നെസ് ഇല്ല, മറ്റൊരാളുടെ വേദനകൾ അറിയില്ല. ഇത്രയും പിന്നെ ഈ പ്രേക്ഷകരാണ് ഇവരെ വളർത്തിയെന്നുള്ള തോന്നൽ പോലും ഇവർക്കില്ല. ഇവരിപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ കൊണ്ടുവന്ന് തിയേറ്ററിൽ പോയി ഇത് എടുത്ത് ടിക്കറ്റും എടുത്ത് ഇരുന്ന് കണ്ട് കൈയടിച്ച് സ്നേഹത്തോടെ ചെന്ന്, അത് അവർ സ്നേഹമാണ്, അവരുടെ അടുത്തുള്ള സ്നേഹം കാരണം ചെന്നൊരു ഫോട്ടോ എടുക്കാൻ നിന്നാൽ പോലും തോളെ കൈയിടുന്നത് മാറ്റ്, അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എത്രയോ നാളത്തെ ആരാധനയായിരിക്കും. ആരാധന സ്നേഹം അവരുടെ വീട്ടിലൊരു അംഗത്തിൻ്റെ കണക്കാണ് കാണുന്നത്. ഒരാളുടെ വാലറ്റ് എടുത്ത് നോക്കിയാൽ പോലും നടന്മാരുടെ ഫോട്ടോ ആയിരിക്കും അതിൽ കിടന്നത്. ഒരാളുടെ മൊബൈലിലെ ഗാലറിയിൽ ഏറ്റവും കൂടുതൽ കിടന്ന നടന്മാരെ നടിമാരെ ഫോട്ടോ ആയിരുന്നു, വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ പോലും ആയിരിക്കത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഇവർ ചെന്നിട്ട് ഇത്രയും ഒരു ഫോട്ടോ എടുക്കണമെന്ന്, അത് അവരുടെ ഒരാളായിട്ട് കാണുന്നുണ്ടാണ്. അപ്പോഴാണ് അമ്മമാരെ ജാട കാണിക്കുന്നത്, തള്ളി മാറ്റി, അതിനൊക്കെ ബൗൺസേഴ്സ് പാട്ട് ഇവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് വന്നിട്ട്. അപ്പോൾ ഇവർ എനിക്ക് മനസ്സിലാക്കാനുള്ള, എന്നാലും ഇവർ ചിന്തിക്കുന്നില്ലല്ലോ, ഈ ആരാധകരെന്ന് പറഞ്ഞ തെണ്ടികൾ ചിന്തിക്കുന്നില്ലല്ലോ ഇതിലങ്ങ് ഒരു കാര്യമില്ലെന്നുള്ളത്. നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അത് കണ്ടു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, വിടുക. പിന്നെ ഇവരുടെ ബാക്കിൽ ഓടി നടക്കേണ്ട ആവശ്യം എന്താണ്? ഒരു കാര്യമില്ലെന്നുള്ളതാണ്. ഒരു 10-300 പേരുടെ ഒരു കഴിവാണ്, 10-300 പേരുടെ എഫോർട്ടാണ് ഒരു സിനിമയെന്ന് പറയുന്നത്. അതല്ല ഇതിപ്പോൾ എല്ലാവരും കാണുന്നത് അതിലെ നായകൻ ആരാണോ അയാളുടെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത്. ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിലാണ് സിനിമ. മോഹൻലാലിൻ്റെ എല്ലാ പടവും, കോളേജുമാരൻ എന്നൊക്കെ പറയുന്ന പടമുണ്ട്, കണ്ടിട്ടുണ്ടോ? ചിരി ചൂപ്പാട് വരും പൈസ പോയതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ റിലീസാവില്ലല്ലോ മോഹൻലാലിൻ്റെ മാത്രം കഴിവാണെങ്കിൽ. അങ്ങനെയൊന്നുമല്ല, ഒരുപാട് പേരുടെ ക്രിയേറ്റിവിറ്റിയാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ആരാധനയും അതും ഇതൊക്കെ അങ്ങ് നിൽക്കും.